ലാലുവിൻ്റെ പടങ്ങൾ ഞാൻ ചെയ്തിരിക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ ലാലുവിനോട് ചെയ്യുന്നത് മീശമാധവനാണ്. മീശമാധവൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് തന്നെ ഒരുപാട് പറയാനുണ്ട്, പക്ഷേ അത് നമുക്ക് പറയേണ്ട ഒരു സന്ദർഭമല്ല ഇത്. എന്നാലും ഒരു മലയാള സിനിമയുടെ പ്രതിസന്ധി നിൽക്കുമ്പോൾ ഒരു 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 എന്താ പറയുക, ഒരു ജീവവായു കൊടുത്ത ഒരു സിനിമയാണ് മീശമാധവൻ. അതിനുശേഷം പിന്നെ അച്ഛനുറങ്ങാത്ത വീട് ചെയ്തു, പിന്നെ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എല്ലാം ഹിറ്റ് സിനിമകളാണ്. അപ്പോൾ ലാലുവിൻ്റെ സിനിമകളെക്കുറിച്ചുള്ള ഒരു എനിക്ക് അഭിമാനത്തോടെ പറയാവുന്നൊരു കാര്യം, ഹിറ്റ് സിനിമകളുടെ ഒരു മേക്കറായ ലാലുവിൻ്റെ കൂടെ കൂടിയിട്ടുള്ള ഒരു സന്തോഷവും അതിൻ്റെ ഒരു വിജയത്തിൽ പങ്കാളിയാകുന്നു എന്നുള്ളൊരു സന്തോഷവും എനിക്കുണ്ട്. അതുതന്നെയായിരിക്കും 7 സുന്ദരരാത്രികളും എന്ന സിനിമയിൽ സംഭവിക്കാൻ പോകുന്നത്. അതെ, ഒരു കല്യാണം നിശ്ചയിച്ച ഒരു ക്യാരക്ടർ, അത് ദിലീപിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് കല്യാണം നടക്കുന്നതിന് മുമ്പുള്ള ഒരു 7 ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു ബാച്ചിലേഴ്സ് പാർട്ടി നടക്കുന്നു. അന്ന് രാത്രി അവിടെ നിന്ന് പിരിയുമ്പോഴുണ്ടാകുന്ന ഒരു ചെറിയ സംഭവം അത് ഒരു വലിയ സംഭവത്തിലേക്ക് എത്തിപ്പെടുകയാണ്. ആ കുരുക്കിങ്ങനെ അഴിയാതെ അഴിക്കാൻ വേണ്ടി നടന്ന് അത് കൊണ്ടുപോകുന്ന ഒരു വലിയ സംഭവത്തിലേക്കാണ്. അത് വളരെ മനോഹരമായിട്ട് ആ കുരുക്ക് അഴിക്കുന്നുണ്ട്. ജനങ്ങൾ ശരിക്കും തിയേറ്ററിൽ വളരെ ശ്വാസം മുട്ടലോടെ കൂടി ഇരുന്ന് കാണുന്ന ചിത്രം തന്നെയായിരിക്കും. ഇത് പറയുന്നത് കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടും ഉണ്ടാകാവുന്ന ഒരു വ്യക്തിക്ക് അല്ല അതിനു മുമ്പുള്ള ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, അത് വന്ന് ഭവിക്കുന്ന ഓരോ ദോഷങ്ങളിലേക്ക് വന്ന് ഭവിക്കുമ്പോഴുണ്ടാകുന്ന കുഴപ്പങ്ങൾ ഒരുപാടുണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ ഒരു കുഴപ്പത്തിലേക്ക് വന്ന് പെടാതിരിക്കാൻ വേണ്ടി പഴയ ഒരു സംഭവത്തിലേക്ക് വന്ന് പെടുന്ന ഒരു സെൻട്രൽ ക്യാരക്ടറാണ് ദിലീപ്. ആ സംഭവത്തിലേക്ക് വന്ന് പെടുമ്പോഴുണ്ടാകുന്ന പ്രശ്നമാകുമോ കല്യാണത്തിന് എന്തെങ്കിലും പ്രതിസന്ധി വരുമോ, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഇത് അറിഞ്ഞാൽ എന്തായിരിക്കും, അതറിയിക്കാതെ കൊണ്ട് നടന്ന് അത് ആ കുരുക്കൾ അഴിക്കാൻ നോക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് ഒരു 7 ദിവസത്തെ സംഭവങ്ങൾ. പക്ഷേ അത് എങ്ങനെയാണ് അത് അഴിക്കുന്നതെന്നും എങ്ങനെ ക്ലൈമാക്സിലേക്ക് വരുന്നു എന്നുള്ളതും അതൊരു സസ്പെൻസ് തന്നെയാണ്. അങ്ങനെയൊന്നുമില്ല. ഇത് കുറേ പ്രൊഡ്യൂസർമാർ വന്ന് കുറേ സിനിമ പിടിക്കുമ്പോൾ ലാൽ ജോസിനെ പോലുള്ള കുറേ ഡയറക്ടർമാരെ ഡയറക്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടുന്നു, അത്രേ ഉള്ളൂ. ഇതിൽ കഥാപരമായിട്ട് ദിലീപിൻ്റെ ഒരു കൂട്ടുകാരനാണ്. തീർച്ചയായിട്ടും ദിലീപിൻ്റെ സിനിമകളിലെല്ലാം ദിലീപിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു നല്ല കൂട്ടുകാരൻ്റെ വേഷങ്ങൾ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. മുൻകാലങ്ങളിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാട് ഹിറ്റ് പടങ്ങളുണ്ട്, അതിലൊക്കെ തന്നെയും ദിലീപിൻ്റെ കൂട്ടുകാരൻ തന്നെയാണ്. അതിലെന്തെങ്കിലും അബദ്ധങ്ങൾ ചെന്ന് ചാടുമ്പോൾ സഹായിക്കുന്ന, അല്ലെങ്കിൽ അതിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനോട് ഒത്തു നിൽക്കുന്ന, സുഖത്തിലും ദുഃഖത്തിലും പങ്കാളിയാവുന്ന ഒരു കൂട്ടുകാരൻ. ആബിദ് എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ആബിദ് ശരിക്കും ഒരു റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ ഒരുപാട് പോംവഴികൾ പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയും. അങ്ങനെ ഇയാൾ പറഞ്ഞു കൊടുക്കുന്ന നല്ല വഴികളുണ്ട്, അന്ന് ഇയാൾ വരുന്ന പൊട്ടത്തരങ്ങളുണ്ട്. ഇതിൽ കൂടിയെല്ലാം സഞ്ചരിക്കുന്ന 2 കൂട്ടുകാരാണ്. അതിൽ പങ്കാളിയാകുന്ന ഒരു കൂട്ടുകാരനാണ് ആബിദ് എന്ന എൻ്റെ ക്യാരക്ടർ. ഇത് 100% കുടുംബചിത്രമാണ്. അത് ഏതൊരു ഫാമിലിയും വളരെ, അതായത് ലാലുവിനെ സംബന്ധിച്ചിട്ട്, ലാലുവിൻ്റെ പടങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്, ലാലുവിനൊരു ഭയങ്കര ഓഡിയൻസ് ഉണ്ട് മലയാള സിനിമയിൽ. അപ്പോൾ ലാലുവിൻ്റെ ചിത്രം കാണാനായിട്ട് കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അവർ നിരാശപ്പെടില്ല, കാരണം അതിലെന്തെങ്കിലും ഉണ്ടാകും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് എടുത്തു പറയുകയാണെങ്കിൽ കുടുംബചിത്രമാണ് 100%. മറ്റൊന്ന്, ഇത് ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന സിനിമയുടെ എല്ലാ ചേരുവകളിലൂടെയും ഒട്ടും അശ്ലീലങ്ങളില്ലാത്ത സഭ്യമായ രീതിയിൽ പറയുന്ന സംഭാഷണങ്ങളും തമാശകളും കോർത്തിണക്കിക്കൊണ്ടുള്ള അതിമനോഹരമായിട്ടുള്ള സ്ക്രീൻ പ്ലേയിലൂടെ വ്യത്യസ്തമായ രീതിയിൽ പിക്ചറൈസ് ചെയ്തിട്ടുള്ള അതിഗംഭീരമായ ക്യാമറ എന്ന് തന്നെ പറയാം, അതിഗംഭീരമായ സ്ക്രിപ്റ്റിംഗ്, അതിഗംഭീരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, പാറ്റേൺ തന്നെ വ്യത്യാസമുണ്ട്. സംവിധാനത്തിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൽ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ സിനിമയ്ക്ക്. അതെല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതി. ഇങ്ങനെയൊരു സിനിമ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ ആദ്യമായിരിക്കും. ഇങ്ങനെയുള്ളൊരു സ്ക്രിപ്റ്റിങ്ങും ഇങ്ങനെയുള്ളൊരു കഥയും ഇങ്ങനെയുള്ള ഒരു ഡയറക്ഷനും അത് ഏത് തരക്കാർക്കും കണ്ടിരിക്കാവുന്ന, പ്രത്യേകിച്ച് ഫാമിലിക്ക് എടുത്തു പറയുന്നൊരു കാര്യമാണ്. ഫാമിലി കാണേണ്ട, കണ്ടിരിക്കേണ്ട,
അതായത് വിവാഹിതരാകാൻ പോകുന്ന ഏതൊരു ചെറുപ്പക്കാരും കണ്ടിരിക്കണം ചിത്രം. കാരണം അവരുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഏതെങ്കിലും ഒരു സംഭവത്തിലേക്ക് സ്പാർക്ക് ചെയ്ത് പോയാലുണ്ടാവുന്ന കുഴപ്പങ്ങൾ റിയലായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അത് സംഭവിക്കാതിരിക്കാൻ പെടുന്ന പാടുകേടുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതെല്ലാ ജനറേഷനും കാണാവുന്ന ഒരു ഓൾ ജനറേഷൻ സിനിമയാണ്. അതെനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരു സബ്ജക്റ്റും കാര്യങ്ങളും ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് അതിന് പറ്റിയ ക്യാരക്ടേഴ്സ്. ഇപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്കിപ്പോൾ ഒരു കഥ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് പറ്റുന്ന വേഷങ്ങൾ വരുമ്പോഴല്ലേ ലാലുവിനാണെങ്കിലും എന്നെ വിളിക്കാൻ പറ്റുള്ളൂ. അതുപോലുള്ള ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ഒരു ദിലീപ് ഹരിശ്രീ കോമ്പിനേഷൻ എന്ന് പറയുന്ന കുറേ സിനിമകൾ ഉണ്ടായിരുന്നു. ഉണ്ടായതിന് ശേഷമുള്ള വിജയങ്ങളും ഒരുപാടുണ്ട്. ഒരുപാട് നമുക്കറിയാവുന്ന എടുത്തു പറയാവുന്ന ഒരുപാട് ചിത്രങ്ങൾ, മീശമാധവൻ, പഞ്ചാബി ഹൗസ്, പറക്കും തളിയ, പാണ്ടിപ്പട, അങ്ങനെ റൺവേ, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ. പിന്നീട് അതിനകത്തൊക്കെ സബ്ജക്റ്റ് പരമായിട്ടുമൊക്കെ ഒരു ദിലീപിന് അതിങ്ങനെ ഒരു വലിയൊരു കൂട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ക്യാരക്ടേഴ്സ് ഇപ്പോൾ എനിക്ക് ദിലീപിനും കൂടി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വേഷങ്ങൾ ഉണ്ടായാൽ മാത്രമേ എന്നെ വിളിക്കുള്ളൂ അതിൻ്റെ ഡയറക്ടേഴ്സും. അപ്പോൾ അങ്ങനെയുള്ളൊരു വേഷം ഉണ്ടാവാത്തത് കൊണ്ടായിരിക്കും ഞാൻ വരാതിരുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു വേഷം വന്നപ്പോൾ ലാലു എന്നെ വിളിച്ചു, ഞാനും ദിലീപും കൂടി ഒരു ചിത്രം വരുന്നു. ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാകുമ്പോഴായിരിക്കും. അതിപ്പോൾ അങ്ങനത്തെ ഒരു സിനിമകൾ ഇപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും.